രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെ എല്ലാവരും ഒരിക്കൽ കൂടെ ഈശോയ്ക്കൊന്ന് ഉറക്കെ സ്തുതി പറഞ്ഞേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ രക്ഷകനായ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ, നിൻ പാതേ സർവമർപ്പിച്ചേകാം, എന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാം, മനം തുറന്നേകാം, എന്നേരവും സ്തുതി ആരാധന. എല്ലാം എല്ലാം അറിയും എൻ്റെ തമ്പുരാനെ, എന്നേരവും സ്തുതി ആരാധന. ആരാധന 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 ആരാധന. ദിവ്യകാരുണ്യ ഈശോയോട് കുഞ്ഞുമക്കളെ എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു അല്ലേ? ഈശോയുടെ ജനനത്തെയും പരസ്യ ജീവിതത്തെയും കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കുഞ്ഞുമക്കള് പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സില് അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോയെ കുഞ്ഞുമക്കള് കണ്ടു അല്ലേ? അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോ എന്ന നമ്മുടെ പാഠഭാഗത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളാ മക്കള് പഠിച്ചത്? ടീച്ചർ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഈശോ എത്ര അപ്പവും മീനും വർദ്ധിപ്പിച്ചു എന്നാ നമ്മൾ കണ്ടത്? ആരോണൊന്ന് പറഞ്ഞേ. 5 അപ്പവും 2 മീനും. എത്ര പേരാ ഈ അപ്പവും മീനും ഭക്ഷിച്ച് തൃപ്തരായത്? അന്നമോളൊന്ന് പറഞ്ഞേ. 5000 പേർ. ഈശോ നമ്മുടെ ശരീരത്തിന് മാത്രമാണോ ആഹാരം നൽകുന്നത്? അല്ല, നമ്മുടെ ആത്മാവിന് വേണ്ട ആഹാരവും ഈശോ നൽകുന്നുണ്ടല്ലേ. നമ്മുടെ ആത്മാവിന്റെ ആഹാരം എന്താ? എല്ലാവരും ഉറക്കെ പറഞ്ഞേ. വിശുദ്ധ കുർബാന. ഈശോ എന്തിനു വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നാ നാം പഠിച്ചത്? ദൈവപുത്രനായ ഈശോ നമുക്ക് ജീവൻ നൽകാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇത്രയും കാര്യങ്ങള് കഴിഞ്ഞ ക്ലാസ്സിലൂടെ കുഞ്ഞുമക്കള് പഠിച്ചില്ലേ? പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലെ വർക്ക് കുഞ്ഞുമക്കൾ എല്ലാവരും ചെയ്ത് ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുത്തോ? കൊടുത്തു അല്ലേ? നല്ല മക്കളാണ് കേട്ടോ. ഇന്ന് ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ചാണ് കുഞ്ഞുമക്കള് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ. എല്ലാവരും ഗാന്ധിജിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ. എബ്രഹാം ലിങ്കണെ കുറിച്ചോ? അദ്ദേഹത്തെ കുറിച്ചും കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ഇവരുടെ എല്ലാം പ്രത്യേകത? അവരൊക്കെ തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച നേതാക്കന്മാരാണ്. എന്നാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനു വേണ്ടി മാത്രമാണ് അവരെല്ലാവരും ജീവൻ നൽകിയത്. മനുഷ്യവർഗം മുഴുവനും വേണ്ടി ജീവൻ നൽകിയത് ആര് മാത്രമാണ്? ഈശോ ആണല്ലേ. പാപികളായ നമ്മെ പിശാചിൽ നിന്നും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കാൻ ഈശോ നമുക്ക് വേണ്ടി എത്രമാത്രം സഹിച്ചുവെന്ന് കാണിച്ചു തരുന്ന ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തരുന്ന നമ്മുടെ ഇന്നത്തെ പാഠഭാഗമാണ് നമുക്ക് വേണ്ടി മരിച്ച ഈശോ. നമ്മുടെ 14ാമത്തെ പാഠത്തിന്റെ പേരെന്താ? നമുക്ക് വേണ്ടി മരിച്ച ഈശോ. ഈശോയുടെ വചനങ്ങൾ കേൾക്കുവാനും രോഗശാന്തി നേടുവാനും ജനങ്ങൾ ഈശോയുടെ പക്കൽ ഓടിക്കൂടുന്നത് നമ്മൾ കണ്ടു അല്ലേ? ഈശോയുടെ അടുക്കൽ വരുന്ന ജനങ്ങളുടെ എണ്ണം ദിവസം തോറും കൂടിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഈശോയുടെ ഉപദേശങ്ങൾ ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈശോ ധാരാളം അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ഈശോയുടെ ഉപദേശങ്ങൾ കേൾക്കുകയും അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ കാണുകയും ചെയ്ത വളരെ പേർ ഈശോയിൽ വിശ്വസിച്ചു.
എന്നാൽ ഇതെല്ലാം കണ്ട് ഈശോയോട് ദേഷ്യം തോന്നിയ ഒരു കൂട്ടരുണ്ടായിരുന്നു. ആരാണെന്നറിയോ? ജനപ്രമാണികളും യഹൂദ പ്രമാണികളും. ആരായിരുന്നു? ജനപ്രമാണികളും യഹൂദ പ്രമാണികളും. എന്തുകൊണ്ടാ അവർക്ക് ഈശോയോട് ദേഷ്യം തോന്നിയതെന്നറിയോ? കാരണം ജനങ്ങൾ ഈശോയെ രാജാവാക്കുമെന്ന് അവർ ഭയപ്പെട്ടു. എന്തുകൊണ്ടായിരുന്നു? ജനങ്ങൾ എല്ലാവരും കൂടി ഈശോയെ രാജാവാക്കുമെന്ന് ഈ ജനപ്രമാണിമാരും യഹൂദ പ്രമാണികളും ഭയപ്പെട്ടു. അതുകൊണ്ട് അവരെന്താ ചെയ്തതെന്നറിയോ? അവർ ഈശോയെ വധിക്കുവാൻ, കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. ഒരധികാരവും ഇല്ലാതിരുന്നിട്ടും ഈശോ പറയുന്നത് ജനങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങിയല്ലേ? അപ്പോൾ ഈശോ രാജാവായാൽ ഈ ജനപ്രമാണിമാരും യഹൂദ പ്രമാണികളും പറയുന്നത് ആരെങ്കിലും അനുസരിക്കോ? ഇല്ല അല്ലേ? അതിനാൽ ഈശോയോട് ദേഷ്യവും അസൂയയും ഒക്കെ തോന്നിയിട്ട് ഈ ജനപ്രമാണിമാരും യഹൂദ പ്രമാണികളും കൂടി ഈശോയെ കൊല്ലുവാനായിട്ട്, ഈശോയെ വധിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഇപ്രകാരം ഈശോയെ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തത് ആരാണെന്ന് കുഞ്ഞുമക്കൾക്ക് അറിയോ? സ്വന്തം ശിഷ്യനായ യൂദാസ് കറിയോത്ത. ഈശോയുടെ ശിഷ്യന്മാരെ പറ്റിയൊക്കെ കുഞ്ഞുമക്കൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരാ ഉണ്ടായിരുന്നത്? 12 ശിഷ്യന്മാരല്ലേ? ആഗ്നൽ പറഞ്ഞത് ശരിയാണ്, മിടുക്കി. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ് കറിയോത്തയാണ് ഈശോയെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്തത്. അങ്ങനെ ശത്രുക്കൾ ഈശോയെ പിടിച്ച് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്തെന്നറിയോ? ഈശോയുടെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കാനായിട്ട് തുടങ്ങി. ഈശോ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഈശോ ചെയ്തുവെന്ന് പറഞ്ഞ് അവർ ഈശോയെ കുറ്റപ്പെടുത്താനായിട്ട് ആരംഭിച്ചു. മാത്രമല്ല ഈശോയെ കുരിശിൽ തറച്ചു കൊല്ലണമെന്നും അവർ ആവശ്യപ്പെട്ടു. ശത്രുക്കൾ എന്തൊക്കെയാ ഈശോയോട് ചെയ്തത്? ഈശോയെ പിടിച്ച് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു. പിന്നെയോ ഈശോയുടെ പേരിൽ ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കാനായിട്ട് തുടങ്ങി. ഈശോയെ കുരിശിൽ തറച്ചു കൊല്ലണമെന്നും അവർ ആവശ്യപ്പെട്ടു. അവസാനം ഈശോയെ കുരിശിൽ തറച്ചു കൊല്ലുവാനുള്ള വിധി അവർ നേടിയെടുത്തു. ഈശോയെ കുരിശിൽ തറച്ചു കൊല്ലുവാൻ വിധിച്ചത് ആരാണെന്ന് കുഞ്ഞുമക്കൾക്കറിയോ? പന്തിയോസ് പീലാത്തോസ് എന്ന ഭരണാധികാരി. ആരായിരുന്നു? പന്തിയോസ് പീലാത്തോസ് എന്ന ഭരണാധികാരിയാണ് ഈശോയെ കുരിശുമരണത്തിന് വിധിച്ചത്. ഈ രംഗങ്ങളെല്ലാം നാം ഏത് പ്രാർത്ഥനയിലാ ഓർത്ത് പ്രാർത്ഥിക്കാറുള്ളതെന്ന് കുഞ്ഞുമക്കളൊന്ന് ഓർത്ത് നോക്കിയേ. കുരിശിന്റെ വഴി പ്രാർത്ഥനയിലല്ലേ? കുരിശിന്റെ വഴി പ്രാർത്ഥനയില് നാം പാടി പ്രാർത്ഥിക്കാറുണ്ട്. മരണത്തിനായി വിധിച്ചു കറയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ, അപരാധിയായി വിധിച്ചു കൽമാഷം കലരാത്ത കർത്താവിനെ. ഒരു തെറ്റും ചെയ്യാത്ത ഈശോയെ ശത്രുക്കൾ എല്ലാവരും കൂടി കുരിശുമരണത്തിന് വിധിച്ചു. കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനു ശേഷം പടയാളികൾ ഈശോയെ അതിക്രൂരമായി പീഡിപ്പിച്ചു. പടയാളികൾ എങ്ങനെയാ ഈശോയെ പീഡിപ്പിച്ചതെന്ന് കുഞ്ഞുമക്കൾക്ക് അറിയോ? അവർ ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ചു. ചമ്മട്ടി എന്ന് പറഞ്ഞാൽ വലിയ കയറൊക്കെ പിരിച്ചുകൂട്ടി അതിൽ മുള്ളുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉപകരണമാണ്. ആ ചമ്മട്ടി കൊണ്ടാണ് ഈ പടയാളികൾ ഈശോയെ അടിച്ചത്. പിന്നെയോ ഈശോയുടെ മുഖത്ത് തുപ്പി. മുള്ളുകൾ കൊണ്ടുള്ള കിരീടം തലയിൽ വെച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് ഈശോയെ പരിഹസിച്ചു. തുടർന്ന് വലിയ ഭാരമുള്ള ഒരു മരക്കുരിശ് തോളിൽ വെച്ചുകൊണ്ട് ഈശോയെ അവർ ഗാഗുൽത്താ മലയിലേക്ക് കൊണ്ടുപോയി. പടയാളികൾ എങ്ങനെയൊക്കെയാ ഈശോയെ പീഡിപ്പിച്ചത്? ഈശോയെ ചമ്മട്ടി കൊണ്ടടിച്ചു, മുഖത്ത് തുപ്പി, മുള്ളുകൾ കൊണ്ടുള്ള കിരീടം തലയിൽ വെച്ചു, യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് പരിഹസിച്ചു. തുടർന്ന് ഭാരമുള്ള വലിയ ഒരു മരക്കുരിശ് തോളിൽ വെച്ചു കൊടുത്തുകൊണ്ട് ഈശോയെ ഗാഗുൽത്താ മലയിലേക്ക് കൊണ്ടുപോയി. നമ്മോടാണ് ആരെങ്കിലും ഇപ്രകാരം വർത്തിക്കുന്നതെങ്കിൽ നാം എങ്ങനെയാ അവരോട് പെരുമാറുക? അവരെ തിരിച്ചു ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കുമല്ലേ? എന്നാൽ ഈശോ എന്താ ചെയ്തത്? ഈശോ
അതെല്ലാം നിശബ്ദനായി സഹിച്ചു. ഈശോയെ ഏത് മലയിലേക്ക് കൊണ്ടുപോയി എന്നാ നമ്മൾ കണ്ടത്? ഗാഗുൽത്ത മലയിലേക്ക്. ഗാഗുൽത്തായിൽ എത്തിയപ്പോൾ ഈ പടയാളികൾ ഈശോയെ കുരിശിൽ കിടത്തി. എന്നിട്ട് ഈശോയുടെ കൈകളിലും കാലുകളിലും ഇരുമ്പാണികൾ തറച്ചു കയറ്റി. പടയാളികൾ എന്താ ചെയ്തത്? ഈശോയെ കുരിശിൽ കിടത്തി ഈശോയുടെ കൈകളിലും കാലുകളിലും ഇരുമ്പാണികൾ തറച്ചു കയറ്റി. ഈശോ ആ സമയത്ത് എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് കുഞ്ഞുമക്കളൊന്ന് ഓർത്തു നോക്കിയേ. നമ്മുടെ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ? ഈശോ എത്രമാത്രം വേദനയാ സഹിച്ചത്. കുഞ്ഞുമക്കള് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് മൂവി കണ്ടിട്ടുണ്ടോ? കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? അതിൽ ഈശോയുടെ പീഡാസഹനങ്ങളെയൊക്കെ കണ്ടപ്പോ കുഞ്ഞുമക്കൾക്ക് പേടിയായോ? കുറച്ച് പേടിയായല്ലേ? സങ്കടായോ? ഒത്തിരി സങ്കടായി. എന്തിനു വേണ്ടിയാ ഈശോ ഈ വേദനകളെല്ലാം സഹിച്ചത്? കാരണം ഈശോയ്ക്ക് നമ്മോട് അത്രയധികം സ്നേഹമുള്ളത് കൊണ്ട്. ആ ഈശോയെ കുഞ്ഞുമക്കളെ സ്നേഹിക്കില്ലേ? ഉറക്കെ പറഞ്ഞേ. സ്നേഹിക്കുമല്ലേ? ഒരിക്കലും പാപം ചെയ്ത് ഈശോയെ വേദനിപ്പിക്കരുത്. ഒരു തെറ്റും ചെയ്യാത്ത ഈശോയെ പടയാളികൾ ആരുടെ മധ്യത്തിലാ കുരിശിൽ തറച്ചതെന്നറിയോ? 2 കള്ളന്മാരുടെ മധ്യം. ഈശോയെ കുരിശിൽ തറച്ചപ്പോൾ ഈശോയുടെ ഇടത്തും വലത്തും 2 കള്ളന്മാരെയും അവർ കുരിശിൽ തറച്ചു. ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ച് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാ കുഞ്ഞുമക്കള് പഠിച്ചതെന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഓർത്തു നോക്കാം. ജനപ്രമാണിമാർക്കും യഹൂദ പ്രമാണികൾക്കും എന്തുകൊണ്ടാ ഈശോയോട് ദേഷ്യം തോന്നിയത്? ജനങ്ങൾ ഈശോയെ രാജാവാക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ഈശോയെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്തത് ആരായിരുന്നു? സ്വന്തം ശിഷ്യനായ യൂദാസ് കറിയോത്ത. ഈശോയെ മരണത്തിന് വിധിച്ച ഭരണാധികാരി ആരായിരുന്നു? ഉറക്കെ പറഞ്ഞേ. പന്തിയോസ് പീലാത്തോസ്. പടയാളികൾ ഈശോയെ എങ്ങനെയൊക്കെയാ പീഡിപ്പിച്ചത്? ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ചു, മുഖത്ത് തുപ്പി, മുള്ളുകൾ കൊണ്ടുള്ള കിരീടം തലയിൽ വെച്ചു, യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് പരിഹസിച്ചു. തുടർന്ന് ഭാരമുള്ള വലിയ ഒരു മരക്കുരിശ് തോളിൽ വച്ചുകൊണ്ട് ഗാഗുൽത്ത മലയിലേക്ക് കൊണ്ടുപോയി. ഗാഗുൽത്തായിൽ എത്തിയപ്പോൾ ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും ആണി തറച്ചു. ഈശോയെ കുരിശിൽ തറച്ചപ്പോൾ ഈശോയുടെ ഇടത്തും വലത്തും ആരെയാ കുരിശിൽ തറച്ചത്? 2 കള്ളന്മാരെ. ഈശോയുടെ പീഡാസഹനത്തെ കുറിച്ച് കുഞ്ഞുമക്കൾ കണ്ടു അല്ലേ? ഈശോയുടെ പീഡാസഹനങ്ങളെ പറ്റി പഠിച്ചപ്പോൾ ഈശോയെ ഈ പീഡകൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത കുറച്ചു പേരെയും നാം കണ്ടു. അതിൽ പന്തിയോസ് പീലാത്തോസ്, യൂദാസ് കറിയോത്ത, യഹൂദ പ്രമാണികളും ജനപ്രമാണിമാരും. ഇവരെല്ലാം ഈശോയോട് എപ്രകാരമാണ് വർത്തിച്ചതെന്ന് കുഞ്ഞുമക്കൾ കണ്ടെത്തി പാരൻസിന്റെ സഹായത്തോടെ വോയിസ് മെസ്സേജ് ആക്കി ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇന്ന് കുഞ്ഞുമക്കൾക്കുള്ള വർക്ക് ഇതാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ വേദനിപ്പിച്ചവരോട് എപ്രകാരമാണ് വർത്തിച്ചത്? ഈശോയുടെ കുരിശിലെ മരണം എങ്ങനെയായിരുന്നു? ഇതെല്ലാം അടുത്ത ക്ലാസ്സിലൂടെ ടീച്ചർ പറഞ്ഞു തരാം. നമ്മെ ഇത്രയധികം സ്നേഹിക്കുന്ന ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കാൽവരി മാമല കയറുന്നു ഞാൻ, കാരുണ്യനാഥനോടൊന്നായിന്ന്. പാതകൾ സർവവും ദുർഘടം നിശ്ചയം, എനിക്കായി സഹിച്ചവനേ. നിന്ദനമേൽക്കുമ്പോൾ പീഡകളേറുമ്പോൾ നാഥനെ ഓർക്കുന്നു ഞാൻ, നാഥനെ ഓർക്കുന്നു ഞാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.